വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ സിനിമാ സമരം പ്രഖ്യാപിച്ചത്. അവസാനം ഈ സമരത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംഘടനയിൽ തന്നെ രണ്ട് പക്ഷം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആർക്കും പിന്തുണ ഇല്ല എന്നൊരു നിലപാടിലേക്ക് താരസംഘടന എത്തിച്ചേർന്നു. ഇപ്പോഴത്തെ തീരുമാനം എന്താണ്? സജി ചെറിയാനുമായുള്ള ചർച്ച എപ്പോഴാണ്? സേതു, തീർച്ചയായും സിനിമാ സമരം ജൂൺ 1 മുതൽ ആരംഭിക്കാനിരിക്കുകയും അതിനു മുമ്പ് ഒരു സൂചനാ സമരം നടത്തുകയും ചെയ്യാനാണ് ഈ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ തീരുമാനമായത്. ഈ സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള ആവശ്യങ്ങൾ അത് എന്താണ് എന്നുള്ളത് സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സജി ചെറിയാൻ ഇപ്പോൾ സിനിമാ സംഘടനകൾക്ക് നൽകിയിട്ടുള്ളത്. പ്രധാനമായും സർക്കാരിന് മുമ്പിൽ അവർക്ക് വെക്കാനുള്ളത് രണ്ട് ആവശ്യങ്ങളാണ്. ഒന്ന്, GSTക്ക് പുറമെയുള്ള ഈ വിനോദ നികുതി ഏർപ്പെടുത്തുന്നത് വലിയ പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു സിനിമ നിർമ്മിച്ച് അത് പുറത്തിറങ്ങി അതിന് 100 രൂപ വരുമാനം ലഭിക്കുമ്പോൾ 30 രൂപ അത് സർക്കാരിലേക്ക് GSTയും വിനോദ നികുതിയുമായി കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും. അതാണ് സിനിമാ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ സിനിമാ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണം. ഒന്നുകിൽ GST അല്ലെങ്കിൽ സിനിമാ നികുതി മാത്രമേ ഏർപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള ഒരു നിലപാടും ആവശ്യവുമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്ന്, ഈ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചോളം അവർക്കുണ്ടാകുന്ന ഈ വൈദ്യുതി ചാർജാണ്. വൈദ്യുതി ചാർജ് സാധാരണ ഒരു താരിഫ് ഈടാക്കാതെ അതിന് പ്രത്യേകമായ ഒരു താരിഫ് ഈടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണമെന്നുള്ള ഒരു നിലപാടും ഈ സിനിമാ സംഘടനകൾക്കുണ്ട്. പ്രധാനമായും ഫിലിം ചേംബറിന്റെ യോഗത്തിലടക്കം ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായ ചർച്ച നടന്നത്.